ഇതവളാണല്ലോ. നീ സംസാരിക്കേ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. സംസാരിക്കടാ, അലമ്പാക്കല്ലേ. ഹലോ, ഞാനാ ദേവിക. ഞാൻ നിഷയോട് സംസാരിച്ചിരുന്നു. ഇവിടെ ഉറപ്പിച്ച മാരേജ് നടന്നാ പിന്നെ അവള് ജീവനോടെ ഇരിക്കില്ലെന്നാ പറഞ്ഞേ. ആ മാരേജ് നടക്കില്ല. അതെന്താ? അതിനു മുന്നേ നിഷയും നാസറുമായിട്ടുള്ള മാരേജ് നടന്നിരിക്കും. ഞാനിപ്പോ വിളിക്കുന്നത് നിഷയ്ക്ക് വേണ്ടിയിട്ടാ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി. നാളെ നിഷ ഒന്ന് പുറത്തെത്തി ചേരാൻ പറ്റുമോ? നിഷ എണീറ്റേ, വേഗാവട്ടെ. എടാ, അവരെ വിളിച്ചായിരുന്നോ? ആ, അവരാണോ? സമാധാനായി, എന്തായാലും എത്തിയല്ലോ. എന്നാ നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ, അകത്തേക്കോ. പാർവതി, അവർക്ക് എന്തായാലും കഴിക്കാൻ എടുക്ക. സൗകര്യങ്ങളൊക്കെ കുറവാണേ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. ഇപ്പോഴൊരു സമാധാനമായിരുന്നു. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? മോളെ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലേ. ഒരുപാട് കാത്തിരിക്കായിരുന്നല്ലേ? ഹാപ്പി അല്ലേ? രാജേഷ് എവിടെ? അവനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. അത് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞൊക്കെ. ആ, ഇനിയിപ്പോ താമസിപ്പിക്കേണ്ട കാര്യമില്ല. താലിയുടെ താലിയുടെ താലി എന്തെങ്കിലും താലിയുടെ അതാരാ? അവളുടെ അമ്മയച്ഛനും. ഓ, എങ്ങനെയുണ്ട് എൻ്റെ മാരേജ് ഗിഫ്റ്റ്? നിന്റെ ആരും എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സോറി. നീയല്ലടാ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അവള് കേൾക്കണ്ട. അമ്മയെ പരിചയപ്പെടണ്ടേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആൾക്കാർ എന്തിനാ കരയുന്നത്? ഇയാള് ചെയ്തു തന്നെയാ ശരി. ഞാൻ ഈ കാര്യത്തിന്റെ ഒരു വശം മാത്രമേ ചിന്തിച്ചുള്ളൂ. ശരിക്കും ഇവരൊക്കെ തന്നെയല്ലേ ഒന്നാവണ്ട്. ഓരോ കാര്യവും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതിലാണല്ലേ. ദേഷ്യം വന്ന പിന്നെ എനിക്ക് കണ്ണും മൂക്കും കാണില്ല. അതാ ഞാൻ അന്ന് അങ്ങനെയൊക്കെ. സോറി. അല്ലെങ്കിൽ ഈ മെക്കാനിക്കൽ പഠിച്ച് എത്ര പേരുണ്ടാ ആ ജോലി തന്നെ ചെയ്യുന്നത്. നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരടാ ജീവിതത്തിൽ നമ്മളെക്കാട്ടും വേഗത്തിൽ കയറി പോവാ. നമ്മുടെ ടുട്ടൂനെ പോലെ. അതെ. നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സാർ. പുറത്ത് കേൾക്കുമ്പോൾ വിനോദ് പറയുന്നത് കേട്ട് ഇത് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്ന്. തിയറിക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാർക്കാണല്ലോ. പ്രാക്ടിക്കലിന് എനിക്ക് 85% മാർക്കുണ്ട് സാർ.
ഇവിടെ വന്ന ആപ്ലിക്കേഷനിൽ ഏറ്റവും പോർ നിങ്ങളാണല്ലോ. സോ നിങ്ങളെപ്പോലുള്ള ഒരാളെ സെലക്ട് ചെയ്യാനുള്ള റിസ്ക് ഈ കമ്പനി ഏറ്റെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനല്ലേ സാർ ഏറ്റവും വലിയൊരു റിസ്ക് എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണേലും ഒരു എംപ്ലോയിയെ പിരിച്ചുവിടാം. അതുപോലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വരുന്ന ഞാൻ എടുക്കുന്ന റിസ്ക് അല്ലേ സാർ ഏറ്റവും വലുത്? അവനിപ്പോൾ ആ കമ്പനിയിലെ സോണൽ മാനേജറാ. അതൊന്നുമല്ല അളിയാ. അവനില്ലേ, അവൻ ആളൊരു വേന്ദ്രനായിരുന്നു. അവൻ്റെ കൂടെ നിൽക്കണാരാന്ന് മനസ്സിലായോ? ഓർക്കുന്നുണ്ടോ നമ്മളൊന്ന് അന്താക്ഷരി കളിച്ചപ്പോൾ അവൻ പാടിയ പാട്ട്? എണ്ണക്കറുപ്പിന്നേഴഴക് മണിക്കൂ നിറയഴക്. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കൂ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേൻ. ആനച്ചന്തം ഗണപതി മേളച്ചന്തം. നമ്മളൊക്കെ ചേക്കപ്പെട്ടിനോട് യാത്ര പറഞ്ഞപ്പോൾ അവനവളോട് പറഞ്ഞതാണെന്നറിയോ? ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞു ഭാവിയിൽ എനിക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുമെന്ന്. അവരുടെ അമ്മേനെ ഞാൻ കൺമണി എന്ന് വിളിച്ചോട്ടെ? അവളെ പഠിപ്പിച്ചതും ജോലി വാങ്ങി കൊടുത്തതൊക്കെ അവനാടാ. ഡാ, നീ ഒരു പാട്ട് പാട്. എത്ര നാളാടെ നിന്റെ ഒരു പാട്ട് കേട്ടിട്ട്? ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ. ഇടനെഞ്ഞിൻ താളമോടെ നെടുവീർപ്പിൻ മൂളലോടെ മലർമഞ്ചൽ തോളിലേറ്റി പോവുകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. അളിയാ, വിളി വന്നു. ഇനി പോയില്ലെങ്കിൽ പ്രശ്നവും. സ്നേഹം കൊണ്ടാടാ. നീയേ ഒറ്റയ്ക്ക് പാട്ടും പാടിയിരുന്നടിക്ക്. ചില ആളുകൾ കയറി വരുന്നോടെ നമ്മുടെ ജീവിതം മാറി മാറി. എൻ്റെ കണ്ടില്ലേ, ടുട്ടുവിൻ്റെ കണ്ടില്ലേ, ദേ ഇപ്പം നാസറിൻ്റെ. പോട്ടെടാ, ബൈ.